ജീവിതത്തെ ഉയർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സ്നേഹപൂർവം ആശംസിക്കുകയും ചെയ്യുകയാണ്. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ സേവനം ചെയ്യുന്ന റോജിൻ സാധാരണ കുടുംബത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞ് സാധാരണ കൃത്യം 10 മണിക്ക് ഓഫീസിലേക്ക് സാധാരണ കയറി വരുന്ന റോജിനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാൽ വിവാഹം 10:30-ക്കായിട്ട് 10:15 റോജിൻ വിളിച്ചു, അച്ഛ എവിടെയാ? ഞാൻ റെഡിയായി ഇവിടെ നിൽക്കുകയാ. ഞങ്ങൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി, ദൈവമേ ഇത് റോജിൻ തന്നെയാണോ? കാരണം അത്രമാത്രം പ്രാർത്ഥിച്ച് ഒരുങ്ങി തീഷ്ണതയോടെ ഞങ്ങളുടെ ഓഫീസിലുള്ള എല്ലാവരോടും അച്ഛാ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ച് ഈ പുണ്യദിനത്തിന് വേണ്ടി അഞ്ജുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ വേണ്ടി ഇവർ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. ഈ ഒരു സന്തോഷത്തോടെ അഞ്ജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിക്കുന്നതും ദൈവത്തെ കൂട്ടുപിടിക്കുന്നതും ജീവിതത്തിന്റെ അനുഗ്രഹമായി ഏതു നിമിഷവും ഇവർക്ക് തോന്നുവാൻ കഴിയണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, തൻ്റെ കൂട്ടിന് പിടിച്ച ദൈവത്തെ പടിയിറക്കിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹമെന്ന് കരുതിയ ജീവിത പങ്കാളി ഉപേക്ഷിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നതൊക്കെ നേട്ടമാണെന്ന് കരുതുന്ന ലോകത്തിലേക്ക് ഒരു വെല്ലുവിളിയായിട്ട് അഞ്ജുവിന്റെയും റോജിന്റെയും കുടുംബജീവിതം ഇന്ന് മിഴി തുറക്കുകയാണ്. ഏതൊരു മലയാളിയുടെയും മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയുമായിട്ട് നമ്മെ തേടിയെത്തിയത്. സ്കൂട്ടറിൽ തന്റെ പപ്പായോട് ചേർത്ത് നിന്നുകൊണ്ട് യാത്ര ചെയ്ത 2 മക്കളെയും തന്റെ ഭർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കയറിയിരുന്ന തന്റെ ഭാര്യയെയും പുഴയിലേക്ക് തള്ളിയിട്ടതിന് ശേഷം അവർ മുങ്ങിത്താഴുന്നത് കണ്ട് പുഴയുടെ കരയിൽ യാതൊരു കൂസലുമില്ലാതെ നിന്ന ഒരു ഭർത്താവിന്റെ ചിത്രമാണ് നാം പത്രത്തിൽ കണ്ടത്. തന്റെ ഭാര്യയും മക്കളും മുങ്ങിത്താഴുമ്പോൾ കാവലായി മാറേണ്ട, സംരക്ഷകനായി മാറേണ്ട ഭർത്താവ് പുഴയുടെ തീരത്ത് ഒരു കാലനായി, ഒരു സംഹാരകനായി നിൽക്കുന്ന വേദന നിറഞ്ഞ ഒരു ചിത്രം. ഈ ഒരു ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ട് ലോകം കടന്നു പോകുമ്പോൾ റോജിൻ അഞ്ജുവിന്റെ കാവലായി മാറണം, അഞ്ജു റോജിന്റെ സംരക്ഷകനായി മാറണം. ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോഴാണ് ചേർത്ത് നിർത്തുന്നത് ജീവിതത്തിന്റെ അനുഗ്രഹമായി അവർക്ക് കാണാനായിട്ട് കഴിയുകയുള്ളൂ. അഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം റോജിന്റെ കുടുംബത്തിലേക്ക് കാത്തിരുന്ന് കയറി വരുന്ന ഒരു പെൺകുട്ടിയാണ്. തന്റെ ഏക മകനെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതിന് ശേഷം സ്വർഗീയ സമ്മാനത്തിനായി യാത്ര ചെയ്ത റോജിന്റെ പപ്പ, അമ്മ അല്ലലും അലച്ചിനും അറിയാതെ തന്റെ പൊന്നോമന മകനെ പോറ്റുന്നോ അറിയിച്ചുകൊണ്ട് വളർത്തി. തന്റെ ഈ നിമിഷം വരെയുള്ള യാത്രയിൽ കുടുംബത്തിന്റെ ദുഃഖങ്ങളും കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങളും എന്താണെന്ന് കൃത്യമായി അനുഭവിച്ചറിഞ്ഞ റോജിൻ ഇത് പങ്കുവയ്ക്കുവാൻ, ഈ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ പ്രതീക്ഷയോടെയാണ് അഞ്ജുവിനെ തന്റെ കുടുംബത്തിലേക്ക് കരം ചേർത്ത് പിടിച്ച് പ്രവേശിപ്പിക്കുന്നത്. ഒരു മകളായി, ഒരു ഭാര്യയായി, ഒരമ്മയായി ആ കുടുംബത്തിൽ തീർച്ചയായും അഞ്ജുവിന് തിളങ്ങാനായിട്ട് സാധിക്കണം. ആ ഒരു നിറവോടും ആ ഒരു ചൈതന്യവും ജീവിതത്തിൽ സൂക്ഷിക്കുമ്പോഴാണ് നിങ്ങളുടെ കുടുംബ ജീവിതം ദൈവം നന്നായിരിക്കുന്നുവെന്ന് പറയുകയും ചുറ്റുമുള്ളവർ നിങ്ങളുടെ കുടുംബ ജീവിതം ഒരു മാതൃകയായി കാണിച്ചു തരുകയും ചെയ്യുകയുള്ളൂ. കഴിഞ്ഞ ദിവസം 75-ാമത്തെ വയസ്സിൽ മരിച്ച ഒരു അമ്മച്ചിയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു. മൃതസംസ്കാരം കഴിഞ്ഞ് 80 വയസ്സിലെന്ന അപ്പച്ചനെ കണ്ട് അമ്മച്ചിയുടെ വേർപാടിന്റെ അനുശോചനം അറിയിക്കാൻ ചെന്നപ്പോൾ ആ അപ്പച്ചൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ വാചകം ഇപ്രകാരമാണ്:
അച്ഛാ, അവളെ എന്നിൽ നിന്നും എടുത്തുകൊണ്ട് ദൈവം എൻ്റെ ചിറക് അരിഞ്ഞെടുത്തല്ലോ അച്ഛാ എന്ന്. കുടുംബജീവിതത്തിൽ ഒന്നിച്ച് 50 വർഷം പെണ്ണിട്ട ഒരു ദമ്പതികള് 80 വയസ്സിൽ നിന്ന് വൃദ്ധനായ മനുഷ്യൻ 75-ാമത്തെ വയസ്സിൽ വേർപിരിഞ്ഞ തന്റെ ഭാര്യയെ ഓർത്ത് കരയുന്നത് ദൈവം എൻ്റെ ചിറകച്ച അരിഞ്ഞെടുത്തു എന്നുള്ള വേദനയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളികൾ പരസ്പരം ഉയരാൻ സഹായിക്കുന്ന ചിറകായി മാറണം. ആ ചിറകിന്റെ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും വേദിയായി, നിറകുടമായി നിങ്ങളുടെ ജീവിതം മാറുകയുള്ളൂ. അങ്ങനെയുള്ള കുടുംബത്തിന് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് പ്രിയപ്പെട്ട മക്കൾ. മക്കളെയൊക്കെ വേദനിപ്പിക്കുന്ന വാർത്തകൾ, മാതാപിതാക്കളെ കുറിച്ചുള്ള ചിത്രങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ മക്കളിലൂടെ നിങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണം. യേശുവിലൂടെ മാതാവും യൗസേപ്പിതാവും അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മക്കളിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ, മക്കൾക്ക് പേര് നൽകുന്ന നിങ്ങൾ മക്കളിലൂടെ പേരെടുക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന നിങ്ങളെ ജീവിതത്തിന്റെ അവസാനം വരെയും ഈ സന്തോഷത്തോടെ നീങ്ങുവാനും ദൈവത്തിന്റെ കരം നഷ്ടപ്പെടാതെ സന്തോഷത്തോടെ മുന്നോട്ടു പോകുവാനും സർവശക്തനായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികയുടെയും എല്ലാം ദൈവജനത്തിന്റെ പേരിൽ സ്നേഹപൂർവം ആശംസിച്ചുകൊണ്ടും എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും സ്നേഹപൂർവം നേർന്നുകൊണ്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനവരെ അനുഗ്രഹിക്കുകയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അഞ്ചിനെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. 5. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റോജനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. സാക്ഷികൾ ഈ വിവാഹം സാക്ഷി. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ ബന്ധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും ബന്ധുവരന്മാരെ ഏൽപ്പിക്കുന്ന ഈ ധാരയെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രത്യേകമായ ഈ ധാരയെ ഭക്തിമായ സ്നേഹത്തിലും പൂർണ്ണമായ സ്വസ്ഥതയിലും ഇവരെ എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ, നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാൻ ഇതിൽ ഉന്നതമായിരിക്കുന്ന പരിശ്രമങ്ങൾക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും
മന്ത്രത്തോടെ അവിടുന്ന് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭദ്രതാവും സംരക്ഷകരമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിന് അവരെ ശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിന് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സുരയുടെ
വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ കാരുണ്യമെന്നിൽ ചൊരിയണമേ വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ അകലാതെ അകലുന്നു സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം അകലാതെ അകലുന്നു സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക നാഥ എന്നേക്കും അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവരയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൽ
ദൈവത്തിന്റെ ബലിപീഠമേ സ്വസ്തി. താമരമേ സ്വസ്തി. ഞാൻ കുർബാന കടങ്ങൾ പ്രതിയും പാപനമോചനത്തിന് കാരണമാകട്ടെ. ഇനി ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ എന്നറിഞ്ഞു. But